ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യദിന ക്വിസാണ്. നമുക്കറിയാം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുകയാണ്. അപ്പോൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഏതാണ്? 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ, ഉത്തർപ്രദേശാണ്. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. അന്ന് ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം എന്നത് ഉത്തർപ്രദേശാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നാനാ സാഹിബ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നാനാ സാഹിബാണ്. അടുത്ത ചോദ്യം: സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാരാണ്? മുഹമ്മദ് ഇക്ബാലാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയവർ ആരൊക്കെയാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയവർ ആരൊക്കെയാണ്? ഉത്തരം നോക്കാം. ഗാന്ധിജി, സരോജിനി നായിഡു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയവരാണ് ഗാന്ധിജിയും സരോജിനി നായിഡുവും. ഓക്കെ ആണല്ലോ. യെസ്, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ്? ഉത്തരം വരുന്നത് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആരാണ്? പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, ലാലാ ലജ്പത് റായി. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവാണ് ലാലാ ലജ്പത് റായി. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ആരാണ്? ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ആരാണ്? ഉത്തരം ഗാന്ധിജിയാണ്. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജിയാണ്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന് ആ സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ആരാണ്? ഗാന്ധിജി. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം ഇതാണ്: എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് ആരാണ്? എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കമെന്ന് ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കമെന്ന് ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്രിപ്സ് മിഷനെ. അപ്പോൾ തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്?
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ. ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം ഇതാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ്? യെസ്, നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ്? നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ഇനി അടുത്ത ചോദ്യം. രാഷ്ട്രപിതാവെന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? രാഷ്ട്രപിതാവെന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം നോക്കിക്കോളൂ. സുഭാഷ് ചന്ദ്രബോസ്. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്ത ചോദ്യം. ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് എവിടെ വച്ചാണ്? ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് എവിടെ വച്ചാണ്? ഉത്തരം യർവാദ ജയിലിൽ വെച്ച്. ഗാന്ധിജി തൻ്റെ ആത്മകഥ എവിടെ നിന്നാണ് എഴുതുന്നത്? യർവാദ ജയിലിൽ വെച്ചാണ് ഗാന്ധിജി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുന്നത്. ഓക്കെ അല്ലേ? യെസ്. സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി. സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഉത്തരം ഫോർവേഡ് ബ്ലോക്ക്. 1939 സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ്? ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം നോക്കിക്കോളൂ. സുഭാഷ് ചന്ദ്രബോസ്. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം നോക്കുക. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്ത ചോദ്യം ഇതാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഇതാണ്. ദാദാബായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ദാദാബായ് നവറോജി. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവ് ആരാണ്? ഉത്തരം അറിയാവുന്നവർ പറയൂ. യെസ്, രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മുൻകൈയെടുത്തത് ആരാണ്? ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മുൻകൈയെടുത്ത വ്യക്തി ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി മുൻകൈയെടുത്ത വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി അടുത്ത ചോദ്യം ഇതാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഉത്തരം നോക്കിക്കോളൂ. മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ ഫ്രണ്ട്സ്, സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തരാം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ചോദ്യം ഇതാണ്. സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി
ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കണും എനേബിൾ ചെയ്ത് വെക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.